വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അനു ഫ്യൂഷൻ ആൻഡ് ഫീസ്റ്റ്. ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ കണ്ടൻറ്റ് ബേബീസിലെ ഹെൽത്തി വെയ്റ്റ് മാനേജ്മെൻ്റ് ആണ്. 1 ഇയർ തൊട്ട് 3 ഇയർ വരെയുള്ള കുട്ടികളിൽ. അതുപോലെ തന്നെ അവരുടെ ഓരോ ഘട്ടത്തിലും പ്രായത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അവർ എന്തോരം വെള്ളം കുടിക്കണം, അതുപോലെ തന്നെ ഒരു റെയിൻബോ ഫുഡ് പിരമിഡിൻ്റെ ആവശ്യകത ഫുഡിൽ, ഡയറ്റിൽ, അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ തയ്യാറാക്കി കൊടുക്കാം, അതിൻ്റെ കുറച്ച് സാമ്പിൾസ്, ഇതെല്ലാം എൻ്റെ മോൻ്റെ ഒരു ദിവസത്തെ ഫുഡ് റൊട്ടീനിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറ. ഹലോ, ഗുഡ് മോർണിംഗ്. ഡേ സ്റ്റാർട്ട് ചെയ്യണത് ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം കുടിച്ചിട്ടാണ് എന്നും അവൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് പ്രോപ്പറായിട്ടുള്ള ഡൈജഷനെ, അവൻ്റെ ഡെവലപ്മെൻറ്റിനെ എല്ലാം ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മളെല്ലാവരും കൺസേൺ ആവാറുണ്ട് കുട്ടികൾ എന്തോരം ഫുഡ് കഴിക്കുന്നുണ്ടെന്നുള്ളത് ഈ ഒരു ഏജിൽ. പക്ഷേ എന്തോരം വെള്ളം കുടിക്കുന്നുണ്ടെന്ന് മിക്ക അമ്മമാരും മറന്നു പോകാറുണ്ട്. അപ്പോൾ എൻ്റെ മോന് ഒരു 2.25 അവൻ്റെ ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ അവൻ്റെ ഈ ഒരു ഏജിലുള്ള കുട്ടി 1 ലിറ്റർ എങ്കിലും വെള്ളം ഡെയിലി കുടിക്കണം. അപ്പോൾ എല്ലാ അമ്മമാരും അത് കൺഫേം ചെയ്യണം, അത്രയും കുടിക്കുന്നുണ്ടോയെന്ന്. വേണ്ടി എല്ലാവരും ഒരു ബോട്ടിലിൽ മെഷർമെൻ്റ് എടുത്ത് തന്നെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള വെള്ളം വൃത്തിയായിട്ട് തിളപ്പിച്ച് ആറ്റി എടുത്ത് വയ്ക്കും. അപ്പോൾ അവർ വെള്ളം ചോദിക്കുമ്പോൾ അതിൽ നിന്ന് എടുത്ത് കൊടുക്കും. അപ്പം നമുക്കറിയാൻ സാധിക്കും എന്തോരം വെള്ളം കുടിക്കുന്നുണ്ടെന്ന്. ശേഷം വെള്ളം കൂടി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു 800 ml, പിന്നെ ഒരു 1 ലിറ്റർ. ഇതാണ് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്ന അളവിലുള്ള വെള്ളത്തിൻ്റെ അളവ്. അതിന് ശേഷം അവരെ ടോയ്ലറ്റിലൊക്കെ കൊണ്ടുപോവുക. അപ്പോൾ ഒരു 2 ഇയർ കഴിയുമ്പോൾ തന്നെ ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ അതിന് മുമ്പായിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. ബ്രഷിങ്ങും അവരെ കൊണ്ട് തന്നെ മാക്സിമം ചെയ്യാനായിട്ട് ഇത് ചെയ്യണം. അതിന് ശേഷം നമുക്ക് വൃത്തിയാക്കി കൊടുക്കുക. ബ്രഷ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ സോക്ക്ഡായിട്ടുള്ള 2 ആൽമണ്ട്സ്, 2 കാഷ്യൂ, ഒരു ഡേറ്റ്സ് അവന് കൊടുക്കും. അവൻ അത് കഴിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ സോക്ക് ചെയ്ത ആൽമണ്ട്സൊക്കെ കൊടുക്കുന്നത് അവൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും വെയിറ്റ് ഗെയിൻ ചെയ്യാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് കൊടുക്കും. കുറേ ദിവസം കഴിക്കുമ്പോൾ അവന് മടിയുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു ഹോം മെയ്ഡ് സെർലാക്ക് പോലെ എല്ലാ ഇതും നട്ട്സും പൾസസും സീരിയൽസൊക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ പൗഡർ ഫോമിലാക്കി എടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കൊടുക്കാറുണ്ട്. കുട്ടികൾക്ക് നട്ട്സ് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവരുടെ വെയ്റ്റ് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഡെവലപ്മെൻറ്റിന്. അതുപോലെ തന്നെ ധാരാളം വിറ്റമിൻസ്, മിനറൽസ്, കാൽഷ്യം, അയൺ, ഇതെല്ലാനും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇതുപോലെ ഓരോ ഫോമിലാക്കിയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നെസസറി ആയിട്ട് കുട്ടികളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ് മുട്ട കുട്ടികളുടെ ഗ്രോത്ത് ഡെവലപ്മെൻറ്റ്, മസിൽസിൻ്റെ ഡെവലപ്മെൻറ്റിന്, ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ഗുഡ് സോഴ്സ് ഫോർ പ്രോട്ടീൻ, സിങ്ക്, അയൺ, സെലീനിയം, അങ്ങനെയുള്ള കുറേ വിറ്റമിൻസും മിനറൽസും ഉണ്ട്. എഗ് യോക്കിലെ B12 ഒരു ഗുഡ് സോഴ്സാണ്. എല്ലാവരും ഡെയിലി എഗ്ഗ് കൊടുക്കണം. പിന്നെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസൊക്കെ നമ്മൾ കളേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കളർ കുട്ടികളെ പെട്ടെന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു എന്നും കൊടുക്കുന്ന ഒരു രീതിയിൽ ഫുഡ് കൊടുത്താൽ ചിലപ്പോൾ അവർ കഴിക്കില്ല. ഇപ്പോൾ ഞാൻ പൂരി ഉണ്ടാക്കിയപ്പോൾ ബീട്രൂട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു അട്രാക്ഷൻ തോന്നും. അപ്പോൾ അവരത് കൂടുതലായിട്ട് എന്താണെന്നറിയാൻ വേണ്ടി കഴിക്കും. അങ്ങനെ നമുക്ക് കുട്ടികളുടെ ഡയറ്റിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. കൂടുതലും കുട്ടികൾ എല്ലാവരും ഇപ്പോൾ പറയും വെജിറ്റബിൾസ് ഒന്നും കഴിക്കില്ല, ഫ്രൂട്ട്സ് കൊടുത്താൽ കഴിക്കില്ല റോ ആയിട്ട്. അപ്പോൾ നമ്മൾ അതിനുള്ളൊരു മാർഗ്ഗമാണ്. ഇപ്പോൾ നമ്മൾ ഇതുപോലെ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഇങ്ങനെ പൂരിയിൽ ഒന്നില്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ ജ്യൂസോ അല്ലെങ്കിൽ അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തോ ഗ്രേറ്റ് ചെയ്തൊക്കെ ഇട്ട് ഇതുപോലെ കൊടുക്കാം. ഇതിപ്പോൾ അവൻ വളരെ ഇഷ്ടത്തോടുകൂടി തന്നെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ റെയിൻബോ ഫുഡ് ഡയറ്റിനെ കുറിച്ച് കുട്ടികളിലെ എപ്പോഴും നമ്മൾ അവർക്ക് പല കളറിലുള്ള ഫുഡ്സ് കൊടുക്കാൻ ട്രൈ ചെയ്യണം. പിന്നെ മാക്സിമം ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഫുൾഫില്ലിംഗ് ആയിട്ട് തന്നെ കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മളത് ക്രിയേറ്റീവായിട്ട് ഇത് ചെയ്ത് ഓരോ ദിവസം ഓരോരോ ഐറ്റംസ്
കൊടുക്കാനായിട്ട് നോക്കണം. ഒരിക്കലും കുട്ടികളെ ഫോഴ്സ് ചെയ്ത് ഫുഡ് കൊടുക്കാൻ ഇത് ചെയ്യരുത്. അത് ഫുഡിനോടുള്ള എപ്പോഴും ഒരു മടുപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അവരെ തന്നെ ഫുഡ് കഴിക്കാനും ട്രെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. 1 ഇയർ കഴിഞ്ഞ് ചില ആൾക്കാർ TV കാട്ടി പുറത്ത് കൊണ്ടുപോയി നടന്ന അങ്ങനെയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ടൈം എടുത്ത് തന്നെ കഴിപ്പിക്കാനായിട്ട് ട്രൈ ചെയ്യണം. പറഞ്ഞ പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ എല്ലാ സോർട്സ് ഓഫ് എനർജി, പ്രോട്ടീൻ, മിനറൽസ്, വിറ്റാമിൻസ് ഒക്കെ ആഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ട്രൈ ചെയ്യണം. ആയിട്ടുള്ള ഇൻ്റർവെല്ലിൽ വെള്ളം കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അവർ ചോദിച്ചില്ലെങ്കിൽ പോലും നമ്മൾ വെള്ളം അവർക്ക് കൊടുക്കണം. പിന്നെ ഞാൻ അവന് ഈ ഒരു മൾട്ടി വിറ്റമിൻ ഡ്രോപ്സ് കൊടുക്കുന്നുണ്ട്. സിങ്കോവിറ്റയുടെ അവൻ്റെ ഒരു പീഡിയാട്രിഷ്യൻ്റെ ഓട് ചോദിച്ചിട്ടാണ് കൊടുക്കുന്നത്. അതിന് ശേഷം ഏതെങ്കിലും ഒരു ഫ്രൂട്ട്, ഇന്നിപ്പോൾ പേരയ്ക്കാണ് കൊടുത്തത്. പിന്നെ ലഞ്ചും ഇതുപോലെ എല്ലാ ഐറ്റംസും കൂടി കൂട്ടിയിട്ട് വേണം കൊടുക്കാൻ. ഇതിലിപ്പോൾ ഞാൻ വെജിറ്റബിൾസ് കൊടുക്കുന്നുണ്ട്. ചെറിയ മീൻ ഫ്രൈ ചെയ്തത്, ഒരു മെഴുക്കുവരട്ടി, ഒരു ചെറിയ പുളിശ്ശേരി അതും കൊടുക്കുന്നുണ്ട്. അതും അവനെ തന്നെയാണ് കഴിക്കുന്നത്. വെജിറ്റബിൾസൊക്കെ എല്ലാനും ഇൻക്ലൂഡ് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് ലഞ്ച് നമ്മൾ നോക്കണം. പിന്നെ ചെറിയ മത്സ്യങ്ങൾ കൊടുക്കുന്നത് omega-3 ധാരാളം ഉണ്ട്. അത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. മത്തി, അങ്ങനെയുള്ള കൊഴുവ, അങ്ങനെയുള്ള ചെറിയ മത്സ്യങ്ങൾ കൊടുക്കാൻ. അതിനുശേഷം അവൻ്റെ പ്ലേ ടൈമാണ്. ഈവനിങ് സ്നാക്ക് എന്ന് പറയുന്നത് ഒരു ഗ്രേപ്പ് വെച്ചിട്ടുള്ള ലഡുവാണ്. നമ്മൾ വെറൈറ്റി ആയിട്ട് ഫുഡ്സ് ഉണ്ടാക്കി കൊടുത്ത പിള്ളേർ എന്നും അത് കഴിക്കാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് കാണിക്കും. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ വേറെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഗീയും ഫ്രൂട്ട്സിൻ്റെ പൾപ്പൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏജിൽ ഷുഗറൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഡിന്നർ ഇന്നിപ്പോൾ അവന് കൊടുത്തേക്കുന്നത് ദോശയാണ്. അതും അതിൻ്റെ കൂടെ ഒരു കോക്കനട്ട് ചട്നിയാണ്. ചട്നിയിൽ കുറച്ച് പൾസസും നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഹെൽത്തി ആയിട്ട് കൊടുക്കാം വേണ്ടിയിട്ട്. പിന്നെ വേറൊരു ഓപ്ഷനായിട്ട് നമുക്ക് ഇതുപോലെ പാസ്ത, വെജിറ്റബിൾസും ചിക്കനൊക്കെ ഉപയോഗിച്ചിട്ട് പാസ്ത കൊടുക്കാം. പാസ്ത തന്നെ നമുക്ക് മൈദയുടെ അല്ലാതെ വീറ്റിൻ്റെയും റാഗി പാസ്തയൊക്കെ ഇപ്പോൾ മേടിക്കാൻ കിട്ടുന്നുണ്ട്. ഇടയ്ക്കൊക്കെ കുട്ടികൾക്ക് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഫുഡ് കൊടുക്കുന്നതിനകത്ത് നമ്മൾ വേറെ ആഡഡ് സോസൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ വീട്ടിൽ തന്നെ ജസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. മാക്സിമം വെജിറ്റബിൾസും ചിക്കനൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ ദോശ ഉണ്ടാക്കുമ്പോൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസൊക്കെ അടിച്ച് ചേർത്തിട്ട് ഞാൻ ഫസ്റ്റിൽ പറഞ്ഞായിരുന്നു. ഇതുപോലെ ദോശയൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടത്തോടു കൂടി അവർ കഴിക്കുകയും ചെയ്യും. ഈ വെജിറ്റബിൾസും ഇതെല്ലാം അവരുടെ അകത്ത് എത്താനായിട്ട് നമുക്ക് സാധിക്കും. ഇനി കുറച്ച് റെസിപ്പീസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യാം. കുട്ടികൾക്കൊരു സ്നാക്കൊക്കെ പോലെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് വെജിറ്റബിൾ ചിക്കൻ സൂപ്പ്. ഇത് കുട്ടികൾ വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനും ഇതൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ മിക്ക കുട്ടികളും കഴിക്കില്ല. അപ്പോൾ ഇതുപോലെ മുട്ട ചിക്കി അതിനകത്ത് കുറച്ച് ഗീയൊക്കെ ആഡ് ചെയ്ത് അതൊന്നും കൂടി റോസ്റ്റ് ചെയ്തിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ടും ഹെൽത്തി ആയിട്ടും കൊടുക്കാൻ പറ്റും. ഉപ്പുമാവൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള റെസിപ്പീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഫ്രൂട്ട്സൊക്കെ തീരെ കഴിക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള പായസം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാ ഫ്രൂട്ട്സും കൂടി ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കുക. ഗീ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പാലടയും മിൽക്കൊക്കെ ആഡ് ചെയ്ത് മിക്സഡ് ഫ്രൂട്ട് പാലട പായസം, അത് കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് വളരെ അട്രാക്റ്റീവായിട്ട് കഴിക്കാനും തോന്നും. അവർ വീണ്ടും നമ്മളോട് ഉണ്ടാക്കി തരാൻ പറയും. ഇതൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എന്നിട്ട് ഇനി അങ്ങനെ കഴിക്കാനില്ലാതെ ഇഷ്ടമുള്ളത് ആവുകയാണെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് ഈ ഐസ് ഫ്രൂട്ടൊക്കെ ഉണ്ടാവണ മോൾഡിലൊക്കെ വെച്ചിട്ട് ഐസ് ഫ്രൂട്ടൊക്കെ പോലെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു റെസിപ്പിയാണ് മിക്സഡ് പാലട പായസം. അതുപോലെ തന്നെ ബനാന സ്റ്റൂ, പഴം കുട്ടികളുടെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരിതാണ്. പക്ഷേ കുട്ടികൾക്ക് പഴം വെറുതെ കൊടുത്ത് എൻ്റെ മോനുൾപ്പെടെ ആരും കഴിക്കില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഗീയിൽ ഒന്ന് ബനാന റോസ്റ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ഒഴിച്ച്
നട്ട്സൊക്കെ ഇട്ടിട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ അപ്പം ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് ഒരു കറി പോലെ അല്ലെങ്കിൽ ഒരു ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ടുള്ള ഒരു ഇതുപോലെയൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അരി വെച്ചിട്ടുള്ളത് ഉണ്ടാക്കാതെ ഇതുപോലെ റാഗി, വേറെ മില്ലറ്റ്സൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ജ്യൂസസ്. അപ്പോൾ സാധാരണ ഇങ്ങനെ ജ്യൂസൊക്കെ അടിച്ചു കൊടുത്താൽ കുട്ടികൾ കുടിക്കില്ല. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയേക്കണ ഹണി ഗ്രേപ്പ് ബബിൾ ജ്യൂസാണ്. ഇതിനകത്ത് ബീട്രൂട്ടും ആഡ് ചെയ്യണുണ്ട്. അല്ലാതെ ബീട്രൂട്ടിൻ്റെ ജ്യൂസൊക്കെ കുട്ടികൾ കുടിക്കുക എന്ന് പറഞ്ഞത് ഒരിക്കലും പോസിബിൾ അല്ലാത്ത കാര്യമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു ഇന്നോവേറ്റീവായിട്ടോ അവരുടെ ഫുഡ് പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അവർ എൻജോയ് ചെയ്ത് തന്നെ അവരത് കഴിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. ഹണി ഗ്രേപ്പ് ബീട്രൂട്ട് ജ്യൂസാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ നോക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റെസിപ്പി കിട്ടുന്നതായിരിക്കും. എപ്പോഴും കളേഴ്സും വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് സോഴ്സസ് കുട്ടികൾക്ക് കൊടുക്കാൻ ട്രൈ ചെയ്യുക. വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ ഫോഴ്സ് ചെയ്ത് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാതിരിക്കാൻ നോക്കുക. പിന്നെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ വെച്ചിട്ട് അവർക്ക് റെസിപ്പീസ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാം കുട്ടികളെ ഫോഴ്സ്ഫുള്ളി ഫുഡ് കഴിപ്പിക്കാതിരിക്കാൻ നോക്കുക. അതായത് നമ്മളൊരു ക്വാണ്ടിറ്റി എടുക്കും, നമ്മുടെ മനസ്സിന് സമാധാനം വരുന്ന വിധത്തിൽ ഒരു ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് എടുത്തിട്ട് അതെങ്ങനെയെങ്കിലും കുട്ടികളെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി കഴിപ്പിക്കാൻ നമ്മൾ നോക്കും. ഓൾമോസ്റ്റ് എല്ലാ പാരൻസും ചെയ്യുന്ന ഒരു റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് കുട്ടികൾക്ക് നെഗറ്റീവായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് ഫുഡിനെ കുറിച്ചും നെഗറ്റീവ് ഒരു ഇമ്പ്രഷൻ ഫുഡിനെ കുറിച്ചൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അത് അവരെ ലൈഫ് ലോങ് ഫുഡിനോടുള്ളൊരു വെറുപ്പ് ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നതിൽ മൂലം കാണാറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കുറച്ചധികം സമയമെടുത്ത് ഇന്നോവേറ്റീവായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ്സ് കൊടുക്കാൻ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഒരു ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ചെറുപ്പത്തിൽ മുതലേ എടുക്കാനായിട്ട് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന പോലെ 3 times എന്നുള്ളതല്ലാതെ ഒരു 6 times ഫുഡ് കൊടുക്കാനായിട്ട് നോക്കണം. ഇടയ്ക്കിടയ്ക്ക് സ്നാക്സ് പ്രൊവൈഡ് ചെയ്യണം. അത് അവരെ കൊണ്ട് തന്നെ എൻജോയ് ചെയ്ത് കഴിപ്പിക്കുന്ന ആ രീതിയിൽ ചെറുപ്പത്തിൽ മുതൽ തന്നെ ട്രെയിൻ ചെയ്തെടുക്കണം. കുട്ടികളുടെ വെയിറ്റ് തമ്മിൽ കമ്പയർ ചെയ്യാതിരിക്കുക. എൻ്റെ മോൻ്റെ ഏജിലുള്ള കുട്ടിക്ക് അതിൽ കൂടുതൽ വെയിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഓവറായിട്ട് അയ്യോ ആ കുട്ടിക്ക് അത്ര വെയിറ്റ് ഉണ്ട്. മനുഷ്യരെല്ലാവരും വ്യത്യസ്തരാണ്. 30 വയസ്സുള്ള ഒരു മനുഷ്യനെടുത്ത് അവർ പല തരത്തിലും ഉള്ള ആൾക്കാരാണ്. അതുപോലെ കുട്ടികളും. പാരൻസിൻ്റെ ഇതാണ് കുട്ടികളെ ഇതുപോലെ കമ്പയർ ചെയ്തിട്ട് അവർ ഇതുപോലെയുള്ള ആർട്ടിഫിഷ്യലും മാർക്കറ്റിൽ ഇത് കിട്ടുന്ന കുറേ സപ്ലിമെൻറ്റ് പൗഡർ, പ്രോട്ടീൻ പൗഡറൊക്കെ വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കുക. ഒരിക്കലും ഇത് ചെയ്യരുത്. ഒരു പീഡിയാട്രിക് ഡോക്ടറിൻ്റെ ഓട് ചോദിക്കാതെ ഒരിക്കലും ഇതുപോലുള്ള സപ്ലിമെൻറ്റ്സ് കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. കാരണം അവരുടെ വളർച്ച പോലും പൂർണ്ണമായിട്ടില്ല. അവരുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ഒന്നും തന്നെ മെച്ചൂർഡല്ല. ഇത് കിഡ്നി, ലിവർ അങ്ങനെയുള്ള ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ പ്രോബ്ലം അത് ഡാമേജ് ആവാൻ കാരണമാകുന്നു. ഇപ്പോൾ നെഫ്രോട്ടിക് ക്യാൻസർ, ലിവർ ക്യാൻസറൊക്കെ കുട്ടികളിൽ ധാരാളമായി കാണുന്നത് ഇതുപോലുള്ള പ്രൊഡക്ട്സിൻ്റെ ഉപയോഗം മൂലമാണ്. അപ്പോൾ പ്രത്യേകം അത് ശ്രദ്ധിക്കുക. പിന്നെ മിക്ക പാരൻസിനുള്ള ഒരു ഡൗട്ടാണ് കുട്ടികൾക്ക് പാൽ കൊടുക്കേണ്ടത് എങ്ങനെയാണ്, ഏത് ടൈമിൽ കൊടുത്തു തുടങ്ങാം. 1 year കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് പാൽ കൊടുത്തു തുടങ്ങാം. അത് പാസ്ചറൈസ്ഡ് പാക്കറ്റ് മിൽക്കാണ് നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മിൽക്കിനേക്കാളും നല്ലത്. പിന്നെ പാൽ കുടിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ കുൽഫി ഒക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. കുൽഫി, ഫ്രൂട്ട് സലാഡ്, അങ്ങനെ കുറേ ടൈപ്പിൽ നമുക്ക് കുട്ടികൾക്ക് പാല് കൊടുക്കാൻ പറ്റും കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മീ.